2004 ഡിസംബർ 26. ലോക ജനതയെ നടുക്കിയ 2004 ഡിസംബറിലെ സുനാമി ദുരന്തം. 2004 ഡിസംബർ 25 ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷങ്ങളിൽ മുഴുകിയപ്പോൾ ആരും കരുതിയിട്ടുണ്ടാകില്ല അടുത്ത പകൽ അവർക്ക് സമ്മാനിക്കുന്നത് ദുരന്തമായിരിക്കുമെന്ന്. കലിതുള്ളിയ കടൽ നിമിഷനേരം കൊണ്ടാണ് കണ്ണിൽ കണ്ട സർവ്വതിനെയും നശിപ്പിച്ചത്. ഇന്ത്യ അടക്കം 14 രാജ്യങ്ങളിൽ ദുരന്തം വിതച്ച സുനാമി 2.25 ലക്ഷത്തിലധികം മനുഷ്യജീവനുകളെയാണ് കടലിലേക്ക് കൊണ്ടുപോയത്. തീരവാസികൾക്ക് കടൽ എല്ലാമാണ്. ദൈവവും അമ്മയും അന്നദാതാവുമെല്ലാം അവർക്ക് കടലാണ്. കടലമ്മ കനിഞ്ഞാൽ തീരത്ത് ഉത്സവമാണ്. കടലമ്മ കോപിച്ചാൽ അത് ദാരിദ്ര്യവും കെടുതികളും ഉണ്ടാക്കും. ഏറെ പഴക്കമുള്ള വിശ്വാസമാണിത്. കടലമ്മയെ വിശ്വസിച്ച് മീൻ പിടിക്കാൻ പോകുന്നവർക്ക് ആത്മവിശ്വാസം നൽകുന്ന പഴമൊഴി. പാടില്ലാത്തതെന്തെങ്കിലും തീരത്തുണ്ടായാൽ കടലമ്മ കോപിക്കുമെന്നതും ഇവർക്ക് മാർഗദീപമാണ്. വേദനിപ്പിക്കുമ്പോഴും സാന്ത്വനവുമായി കടലമ്മയെത്തും. അതിനെ ഏറെ കാത്തിരിക്കേണ്ടിയും വരില്ല. ജീവിതത്തിന്റെ സർവ്വവും കടലമ്മയിൽ അർപ്പിച്ചു കഴിയുന്ന കടലിന്റെ മക്കൾക്ക് 2004 ഡിസംബർ 26 കറുത്ത ദിനമാണ്. 2004 ഡിസംബർ 26 ക്രിസ്മസ് ദിനത്തിന് പിറ്റേന്ന് രാവിലെ 7:59 ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്ര തീരത്ത് കടലിന് അടിത്തട്ടിലുണ്ടായ വൻ ഭൂകമ്പം രാക്ഷസ തിരമാലകളായി രൂപാന്തരപ്പെടുകയായിരുന്നു. ഭൂകമ്പ മാപിനിയിൽ 9.1 രേഖപ്പെടുത്തിയ പ്രകമ്പനം 10 മിനിറ്റോളം നീണ്ടു. ലോക ചരിത്രത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഭൂകമ്പമായിരുന്നു അത്. 30 ക്യൂബിക് കിലോമീറ്റർ വെള്ളം കടലിൽ നിന്നും തൂത്തെറിയപ്പെട്ടു. ഇവ രാക്ഷസത്തിരമാലകളായി ഇന്തോനേഷ്യ, ശ്രീലങ്ക, ഇന്ത്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ആഞ്ഞടിച്ചു. ആൻഡമാൻ ദ്വീപുകൾക്കും സുമാത്രയ്ക്കുമിടയിലുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സുനാമി രൂപം കൊണ്ടത്. ഭൂകമ്പുണ്ടായി 15 മിനിറ്റ് പിന്നിടും മുമ്പ് കൂറ്റൻ തിരമാലകൾ സുമാത്രയിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും തീരപ്രദേശങ്ങളെ വിഴുങ്ങിയിരുന്നു. സുനാമി ഏറ്റവും കൂടുതൽ ബാധിച്ച ഇന്തോനേഷ്യയിലെ അഷേഹിൽ 30 മീറ്റർ 65 അടി ഉയരത്തിലാണ് തിരമാലകൾ താണ്ഡവടിയത്. ഭൂകമ്പമുണ്ടായി 2 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും തീരങ്ങളെ സുനാമി വിഴുങ്ങി. ഇന്ത്യയിൽ രാവിലെ 9-നും 10-നും ഇടയിലാണ് സുനാമി തിരമാലകൾ എത്തിയത്. കന്യാകുമാരി, ചെന്നൈ മറീന ബീച്ച്, ആന്ധ്ര, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, കേരള തീരങ്ങൾ എന്നിവിടങ്ങളിലാണ് സുനാമി ആഞ്ഞടിച്ചത്. ചെന്നൈയിലെ മറീന ബീച്ചിൽ ക്രിസ്മസ് അവധി ആഘോഷിക്കാനെത്തിയവരെ കടലെടുത്തു. വേളാങ്കണ്ണിയിലും കന്യാകുമാരിയിലും ഉണ്ടായിരുന്ന മലയാളികൾ അടക്കമുള്ള സഞ്ചാരികളും തീർത്ഥാടകരും ദുരന്തത്തിനിരയായി. തമിഴ്നാടിന്റെ മിക്കവാറും തീരപ്രദേശങ്ങൾ എല്ലാം തന്നെ സുനാമി തിരമാലകൾ തകർത്തെറിഞ്ഞു. നിരവധി മത്സ്യബന്ധന ഗ്രാമങ്ങൾ അപ്രത്യക്ഷമായി. തമിഴ്നാട്ടിൽ 7,798 പേര് മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ ഇതിലുമധികം എത്രയോ പേർ സുനാമി ദുരന്തത്തിൽ അകപ്പെട്ടുവെന്നതാണ് യാഥാർത്ഥ്യം. ഈ നൂറ്റാണ്ട് കണ്ട എക്കാലത്തെയും ദുരന്തമായ സുനാമി കേരളത്തെയും കണ്ണീർക്കടലാക്കി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കേരളത്തിൽ 168 പേര് മരിക്കുകയും തീരദേശ ഗ്രാമങ്ങളിലുള്ള 25 ലക്ഷത്തോളം പേർ സുനാമിക്കെടുതിക്ക് ഇരയാവുകയും ചെയ്തു. സുനാമി ഏറ്റവുമധികം നാശം വിതച്ച കൊല്ലം ജില്ലയിൽ മാത്രം 131 പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലം ജില്ലയിലെ ആലപ്പാട്, ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ എന്നീ സ്ഥലങ്ങളിലാണ് സുനാമി തിരമാലകൾ കൂടുതൽ നാശം വിതച്ചത്. മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗതയിലായിരുന്നു കൂറ്റൻ തിരമാലകൾ കരയിലേക്കെത്തിയത്. വേണ്ടത്ര മുന്നറിയിപ്പ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതായിരുന്നു ഭൂകമ്പം ഉണ്ടായി 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇന്ത്യൻ തീരങ്ങളിലടക്കം ഇത്രയും ആൾനാശമുണ്ടാക്കാൻ കാരണം. സുനാമി ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ഇന്തോനേഷ്യയിലായിരുന്നു. 1.68 ലക്ഷം പേരുടെ ജീവനാണ് ഇവിടെ മാത്രം പൊലിഞ്ഞത്. ശ്രീലങ്കയിൽ 3,500 പേരും ഇന്ത്യയിൽ 1,800 പേരുടെയും ജീവനെടുത്തു. തായ്ലൻഡിൽ 8,000 പേരും മരിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നൂറുകണക്കിനാളുകളുടെ ജീവനും സുനാമി കവർന്നു. കേട്ടുമാത്രം പരിചയമുള്ള സുനാമി ഇന്ത്യയ്ക്കും ഒരു ഭീഷണിയാകുമെന്ന് കണ്ടതോടെ ഭാരതത്തിലെ ആദ്യത്തെ സുനാമി മുന്നറിയിപ്പ് സംവിധാനം 2007 ഒക്ടോബർ 1 മുതൽ ഹൈദരാബാദിൽ ആരംഭിച്ചു. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസിന് കീഴിലാണ് ഇന്ത്യയിലെ നിരീക്ഷണ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഈ സ്ഥാപനം സമുദ്രത്തിന്റെ ടൈഡ് ഗേജുകളും ബോയും സ്ഥാപിച്ച് ഉപഗ്രഹ സഹായത്താലാണ് നിരീക്ഷണം നടത്തുന്നത്. സമുദ്ര ഭൂകമ്പം ഉണ്ടായാൽ സ്ഥാപനം സുനാമി മുന്നറിയിപ്പ് നൽകാറുണ്ട്. ഈ മുന്നറിയിപ്പ് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ രംഗചാങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിച്ച സുനാമി മുന്നറിയിപ്പ് സംവിധാനത്തിന് ഭൂകമ്പമുണ്ടായി 3 മിനിറ്റിനകം സുനാമി പ്രവചിക്കാൻ സാധിക്കും.
2004 സുനാമി ദുരന്തത്തിനുശേഷം ഇന്ത്യൻ മഹാസമുദ്രത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ ചേർന്ന് സുനാമി നിരീക്ഷണ ശൃംഖല ഉണ്ടാക്കിയിട്ടുണ്ട്. യുനെസ്കോയുടെ ഇന്റർ ഗവൺമെന്റൽ കോർഡിനേഷൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണിത്. എല്ലാ രാജ്യങ്ങളിലെയും സുനാമി മുന്നറിയിപ്പ് കേന്ദ്രങ്ങൾ കൂട്ടിയിണക്കിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. 2004 ഭൂകമ്പത്തിലും സുനാമിയിലും ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ഇന്തോനേഷ്യയിലെ ബന്ദ ആച്ചയിൽ ഒരു സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. സുനാമിയിൽ പൊലിഞ്ഞവരുടെ ഓർമ്മയ്ക്കായാണ് ഈ മ്യൂസിയം. 4 നിലകളിലായി നിർമ്മിച്ച കൂറ്റൻ കെട്ടിടം കപ്പലിന്റെ ആകൃതിയിലുള്ളതാണ്. മുകളിൽ നിന്ന് നോക്കിയാൽ തിരമാലയുടെ ആകൃതിയാണിതിന്. സുനാമി ഉണ്ടായാൽ ആയിരക്കണക്കിന് ആളുകൾക്കു തങ്ങാവുന്ന രക്ഷാസങ്കേതം കൂടിയാണിത്. അത്രമാത്രം സൗകര്യങ്ങളാണ് അകത്തുള്ളത്. സുനാമിയെക്കുറിച്ച് വിശദവിവരം നൽകുന്ന ഗവേഷണ കേന്ദ്രവും ഇവിടെയുണ്ട്. സുനാമിയെക്കുറിച്ച് ജനങ്ങളെ ബോധവത്കരിക്കാനുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നു. സുനാമി വരുത്തിവെച്ച ദുരിതങ്ങളകറ്റാൻ അന്താരാഷ്ട്ര സമൂഹം $14 ബില്യൺ ചെലവഴിച്ചത്. ഒരു നിമിഷം കൊണ്ട് സമ്പാദിച്ചതെല്ലാം കൺമുന്നിൽ കവർന്നെടുക്കുന്നത് കണ്ടു നിന്നവർ ഇപ്പോഴും നമ്മുടെ തീരങ്ങളിലുണ്ട്. ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും മറക്കുവാൻ സാധിക്കാത്തവർ, ദുരന്തത്തെ അതിജീവിച്ചവർ. അവരായിരുന്നു കേരളത്തിൽ പ്രളയം വന്നപ്പോൾ ഒട്ടേറെ ജീവനുകൾക്ക് രക്ഷകരായതും.